ഇങ്ങോട്ട് വരാൻ പറഞ്ഞതില് രശ്മിക്ക് ബുദ്ധിമുട്ടുണ്ടായോ? ശാലിനി വിളിക്കുമ്പോ ഞാൻ വീട്ടിലേക്ക് പോവാൻ തുടങ്ങായിരുന്നു. ഞാനിപ്പോ സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തും. അതെന്തിനാണെന്ന് ചോദിച്ചാ അറിയാലോ, വിഷ്ണുവിന്റെ ചിതാഭസ്മം പാപനാശിനിയിൽ ഒഴുക്കുന്നത് വരെ എന്റെ കൈകൊണ്ട് വെളിച്ചം നൽകാൻ കഴിയുന്നത് ഞങ്ങളുടെ സൗഹൃദത്തിന്റെ മേന്മയാണ്. ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സൗഹൃദത്തിന് ഇത്രയും ആഴത്തിൽ മനസ്സിലാക്കാനും പരസ്പരം സഹായിക്കാനും എങ്ങനെ പറ്റുന്നു? ആ ചോദ്യത്തിന് ഉത്തരം ഇപ്പൊ എനിക്ക് മനസ്സിലായി. സൗഹൃദത്തിനേക്കാൾ സാഹോദര്യത്തിനാണ് രേഷ്മ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. അതുകൊണ്ട് ഒരു സഹോദരിയുടെ അവകാശം പോലെ വിഷ്ണുവേട്ടന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാൻ കഴിഞ്ഞതും. ശാലിനിയോടുള്ള വിഷ്ണുവിന്റെ അടങ്ങാത്ത സ്നേഹം, ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോ ശാലിനി തളർന്നു പോവെന്നുള്ള പേടി, ഇതൊക്കെയാ എന്നിലേക്ക് ആ ചുമതലകളൊക്കെ വരാൻ കാരണം. ഞാനിപ്പോ കാണണമെന്ന് പറഞ്ഞത് രേഷ്മയോടൊരു സഹായം ചോദിക്കാനാ. ഇതിലെന്നെ സഹായിക്കാൻ രേഷ്മയ്ക്ക് മാത്രമേ സാധിക്കൂ. ശാലിനി പറഞ്ഞോളൂ, ഞാൻ എന്ത് സഹായം ചെയ്യേണ്ടത്? വിഷ്ണുവേട്ടന്റെ ഓർഗൻസ് കൊടുത്തിരിക്കുന്നത് ആർക്കൊക്കെയാണെന്ന് അറിയാൻ പറ്റിയിട്ടില്ല, എസ്പെഷ്യലി ഹാർട്ട്. അതിപ്പോ മധുരയിലെ ഡോക്ടറുമായി സംസാരിക്കേണ്ടി വരും. അവരെങ്ങനെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു കൊടുക്കില്ലെന്നാ അന്വേഷിച്ചപ്പോ പറഞ്ഞത്. രേഷ്മ നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ആ ഡോക്ടറുടെ അഡ്രസ് എനിക്ക് താ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അയ്യോ വേണ്ട, ഞാനെന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ. നടന്നില്ലെങ്കിൽ ശാലിനെ അറിയിക്കാം. പിന്നെ വിഷ്ണുവേട്ടന്റെ ചിതാഭസ്മം ആചാരപ്രകാരം തന്നെ പാപനാശിനിയിൽ ഒഴുക്കണം. അമ്മ പറഞ്ഞത് വിഷ്ണുവേട്ടൻ മരണപ്പെട്ട നാള് മറ്റന്നാളെ വരുന്നെന്ന്. അന്ന് ആ കർമ്മം ചെയ്ത ഇരട്ടി ഫലം എന്റെ വിഷ്ണുവേട്ടന് വേണ്ടി. അതല്ലേ ഇനി ചെയ്യാനൊക്കൂ? അതെ, ശാലിനി തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവന്റെ ആഗ്രഹവും അത് തന്നെയായിരിക്കും. വിഷ്ണുവിന്റെ ആത്മാവിനെ ഈ ലോകത്തു നിന്നും മറ്റൊരു ലോകത്തേക്ക് യാത്ര അയക്കുന്ന ചടങ്ങ്. കണ്ണു നിറയാതെ തന്നെ അത് ചെയ്യണം. വിഷ്ണു അത് ആഗ്രഹിക്കുന്നുണ്ട്. വേണം, ചെയ്യണം. എന്റെ വിഷ്ണുവേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണം. രേഷ്മ ഞാൻ പറഞ്ഞത് എനിക്ക് സാധിച്ചു തരണം. വിഷ്ണുവേട്ടന്റെ ഹാർട്ട് സ്വീകരിച്ച ആളെ ഒന്ന് കണ്ടുപിടിച്ചു തരണം.